ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർവതി ഈ മത്സരത്തിൽ ജയിക്കില്ല എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് കരുണാകരനും മുക്തയും അരവിന്ദും. പാർവതി ജയിക്കാതിരിക്കാൻ വേണ്ടി കരുണാകരനോട് ഇടയ്ക്കിടെ അവിടെ ചെന്ന് നിരുത്സാഹപ്പെടുത്തി സംസാരിക്കാൻ വേണ്ടി പറയണം. ഇങ്ങനെ അരവിന്ദും മുക്തയും കരുണാകരനും പാർവതി ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് നോക്കി നിൽക്കുകയാണ് കേട്ടോ. പ്രിയൻ പാർവതിക്ക് ഊർജം പകർന്നുകൊണ്ട് അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ മോഹനനും പ്രിയനൊക്കെ പാർവതിയുടെ ആ ക്ഷീണവും തളർച്ചയും, പാർവതിക്ക് വേദന സഹിക്കാൻ കഴിയാതെ തയ്ക്കാൻ പോലും കഴിയുന്നില്ല. അപ്പോൾ പാർവതിക്ക് വയ്യാതാകുന്ന സമയത്ത് പാർവതി ഇടയ്ക്കിടയ്ക്ക് അച്ഛനെയും അമ്മയെയും ചേച്ചിയെയും കുറിച്ച് ആലോചിക്കുകയാണ്. ഞാൻ ഈ മത്സരത്തിൽ വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചേച്ചിയുടെ കല്യാണം തന്നെ മുടങ്ങിപ്പോവും. എൻ്റെ ചേച്ചിയുടെ വിവാഹം നടക്കാൻ അച്ഛൻ ആവശ്യപ്പെട്ടതുപോലെ 7 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി അച്ഛന് കൊടുക്കണം എന്ന് പാർവതി ചിന്തിക്കുകയാണ്. ആ സമയത്ത് പാർവതിക്ക് കുറച്ച് ഉന്മേഷം വരും. അങ്ങനെ പാർവതി സ്പീഡിൽ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിഷയാണെങ്കിലോ പാർവതിയെ വെട്ടിച്ചുകൊണ്ടാണ് കരുണാകരൻ പറഞ്ഞതുപോലെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നുള്ള ഭീഷണി ഉള്ളത് കൊണ്ട് നിഷ പെട്ടെന്ന് തന്നെ ഓരോ ഡ്രസ്സുകളായി തയ്ച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പാർവതിയും സ്പീഡിൽ തയ്ക്കുന്ന ഇടയിൽ പാർവതിയുടെ കൈ അങ്ങ് സ്റ്റിച്ചിൽ കൊള്ളുകയാണ് കേട്ടോ. അങ്ങനെ പാർവതിയുടെ കയ്യിൽ നിന്ന് ബ്ലഡ് വരികയാണ്. അതോടുകൂടി പാർവതി ഉറക്കെ അങ്ങ് കരയുകയാണ് കേട്ടോ. ആ ഒരു സൗണ്ട് കേട്ട് പ്രിയനും മോഹനൊക്കെ ഓടി വരികയാണ്. ജയന്തിയും സൗസും ഒക്കെ എന്തു പറ്റി പാർവതി, നീ എന്താ ശ്രദ്ധിക്കാതെ കഴിച്ചത്? അതുകൊണ്ടല്ലേ കയ്യിൽ സൂചി കയറിയത്? നല്ല ബ്ലഡ് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ജയന്തി അവിടെ ഇരിക്കുന്ന ഒരു തുണി കൊണ്ട് മുറിവ് കെട്ടിക്കൊടുക്കാൻ നിൽക്കുമ്പോൾ പ്രിയൻ പറയണ, വേണ്ട ജയന്തി ചേച്ചി, അത് ചെയ്യേണ്ട, ഫസ്റ്റ് എയ്ഡ് എടുത്തുകൊണ്ട് വാ മോഹന എന്ന് പറയട്ടോ. അങ്ങനെ മോഹന ഓടിപ്പോയി ഫസ്റ്റ് എയ്ഡ് എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോഴത്തേക്കും ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന മുക്തയ്ക്കും കരുണാകരനും അരവിന്ദനും ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ. പാർവതിയുടെ കയ്യിൽ നിന്ന് ബ്ലഡ് വരുന്നത് കണ്ടപ്പോൾ അപ്പം ഇനി പാർവതിക്ക് തീരെ തയ്ക്കാനും കഴിയില്ല. ഇപ്പം തന്നെ പനിച്ചു വിറച്ച് അവൾക്ക് വയ്യാതെയാണ് അവൾ കുറേശ്ശെ തയ്ച്ചു തുടങ്ങുന്നത്. പക്ഷേ നിഷയെ വെട്ടിക്കാൻ അവൾക്ക് എന്തായാലും കഴിയില്ല. എന്നാലും അവളുടെ കയ്യിൽ മുറിവ് കൂടി ആയ സ്ഥിതിക്ക് ഇനി അവൾക്ക് തീരെ തയ്ക്കാൻ കഴിയില്ല. അപ്പോൾ മുക്ത പറയണ കരുണാകരനോട്, ഈ ഗ്യാപ്പിൽ അവിടെ പോയി പറയും അവളോട് ഹോസ്റ്റലിലേക്ക് പോവാൻ, അല്ലാതെ അവളെ കൊണ്ട് ഒരിക്കലും ഇത് ചെയ്തു തീർക്കാൻ കഴിയില്ല, ഇതിൽ വിജയിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി സംസാരിക്കുക എന്ന് മുക്ത കരുണാകരനോട് പറയാണ്. അങ്ങനെ കരുണാകരൻ അതേപടി അവിടെ പോയി പാർവതിയുടെ അടുത്ത് പോയി പറയാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും മോഹനൻ ഫസ്റ്റ് എയ്ഡ് എടുത്തുകൊണ്ട് വരികയാണ്. എന്നിട്ട് പ്രിയൻ തന്നെ പാർവതിയുടെ കയ്യിൽ അതൊന്ന് പുരട്ടിയ ശേഷം കെട്ടിക്കൊടുക്കുകയാണ്, മുറിവ് കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും കരുണാകരൻ വന്ന് പറയണേ, എന്താണ് ഇവിടെ, നിങ്ങളോടൊക്കെ പണിയെടുക്കാനല്ലേ പറഞ്ഞത്? ആ പാർവതി, നിൻ്റെ കയ്യിൽ മുറിവായ സ്ഥിതിക്ക് ഇനി നിന്നെ കൊണ്ട് തീരെ തയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ട് നീ പെട്ടെന്ന് പോയിട്ട് ഹോസ്റ്റലിൽ പോയി റെസ്റ്റ് എടുക്കാൻ നോക്ക്. പനിച്ചു വിറച്ച് നിൽക്കുന്ന മേലും കൈയും വേദനയുള്ള നിനക്ക് എങ്ങനെയാണ് ഈ മത്സരത്തിൽ വിജയിക്കാൻ കഴിയുക? നിഷ എന്തായാലും നിന്നെക്കാളും കൂടുതൽ തയ്ച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ ഇവിടെ വെറുതെ ഇരുന്ന് സമയം കളയണ്ട, നീ പെട്ടെന്ന് പോവാൻ നോക്ക് എന്ന് പറയട്ടെ. അപ്പോൾ പ്രിയൻ അത് കാണുമ്പോൾ ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ പ്രിയൻ പറയണേ, കരുണാകരൻ സാറിൻ്റെ ജോലി ചെയ്താൽ പോരെ? പാർവതി ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് പിന്നീട് തീരുമാനിക്കേണ്ടതല്ലേ? സാറ് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടെ പാർവതിയോട് വന്ന് സംസാരിക്കണം എന്നില്ല എന്ന് പറയുമ്പോൾ, നീ എന്നെ പഠിപ്പിക്കേണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ പ്രിയൻ കണ്ണുകൊണ്ട് കാണിക്കുകയാണ്, പാർവതി നിന്നെ കൊണ്ട് കഴിയും, ഈ മത്സരത്തിൽ വിജയിക്കണം, എങ്കിൽ മാത്രമാണ് നിനക്കൊരു സ്ഥാനമുണ്ടാവും ഇവിടെ, ടൈലറായി നിന്നെ എല്ലാവരും മതിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പ്രിയൻ ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ടാവും പാർവതിക്ക്. അപ്പോൾ പാർവതിയാണെങ്കിലോ ചേച്ചിയുടെ കല്യാണം എങ്ങനെയെങ്കിലും നടത്തണമെന്നുള്ള വാശിയിലാണ്. അതിന് എനിക്ക് അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കണം, 7 ലക്ഷം രൂപ ഉണ്ടാക്കി അച്ഛന് കൊടുക്കണം എന്നുള്ള ആ ഒരു ഓർമ്മ ഉള്ളത് കൊണ്ട് തന്നെ പാർവതി കരുണാകരൻ്റെ വാക്കുകളൊക്കെ തട്ടിക്കളഞ്ഞ ശേഷം പാർവതി വീണ്ടും തയ്ച്ചു തുടങ്ങുകയാണ്. അപ്പോൾ പാർവതിക്ക് പനിയുള്ളത് കൊണ്ട് തന്നെ അവിടെ ഫാൻ കറങ്ങുമ്പോൾ പാർവതി ഇങ്ങനെ വിറക്കുകയാണ് ട്ടോ. അപ്പോഴത്തേക്കും പ്രിയൻ പാർവതിക്ക് പനിയുള്ളത് കൊണ്ട് പാർവതി തണുത്ത് വിറയ്ക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ പ്രിയൻ പെട്ടെന്ന് പോയിട്ട് ഫാൻ ഓഫാക്കുകയാണ്. അപ്പോൾ ഫാന് പെട്ടെന്ന് നിന്നപ്പോൾ പാർവതി ആ ഭാഗത്തേക്ക് നോക്കുകയാണ് ട്ടോ. അപ്പോൾ പ്രിയനെ ഒന്ന് നോക്കുകയാണ്. അപ്പോൾ പ്രിയൻ കണ്ണുകൊണ്ട് കാണിക്കുകയാണ്, ഇനി നീ ധൈര്യമായിട്ട് തയ്ച്ചു തുടങ്ങിക്കോ, നിന്നോടൊപ്പം എന്തിനും ഏതിനും ഞാനുണ്ട് എന്നുള്ള ഭാവത്തിലോട്ട്. അങ്ങനെ പ്രിയൻ്റെ ആ ഒരു സപ്പോർട്ട് കൂടി ഉണ്ടായത് കൊണ്ട്
പാർവതി വീണ്ടും തയ്ച്ചു തുടങ്ങുകയാണ്. അപ്പോൾ പെട്ടെന്ന് പാർവതിക്ക് വയ്യാതാവുകയാണ് കേട്ടോ. നല്ല ക്ഷീണം വരികയാണ്. അപ്പോൾ പ്രിയൻ ചെന്ന് പറയാണ്, പാർവതി ഞാൻ നിന്നെ സഹായിക്കാം, വേണ്ട പ്രിയൻ ചേട്ടാ, ഞാൻ തന്നെ ചെയ്തോളാം, ഇതിലെനിക്ക് വിജയിക്കണം, ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുക്കരുത് എന്ന് കരുതിയല്ലേ അവർ പലതും ചെയ്തത്, എന്നിട്ടും ഞാൻ ഇവിടെ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നില്ലേ, അവരുടെ മുന്നിൽ എനിക്ക് ജയിക്കണം പ്രിയൻ ചേട്ടാ, ഞാൻ ഇതിൽ വിജയിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ പാർവതി വീണ്ടും തയ്ച്ചു തുടങ്ങുന്നത്. അപ്പോഴത്തേക്കും കരുണാകരൻ വീണ്ടും വരികയാണ്. എന്നിട്ട് എല്ലാവരും എത്ര തയ്ച്ചു എന്ന് നോക്കാൻ വേണ്ടി ഓരോ മണിക്കൂറിലും ഓരോരുത്തരുടെ ഡ്രസ്സിൻ്റെ എണ്ണവും എടുക്കുകയാണ്. അപ്പോൾ അതിൽ നിഷയാണ് അപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത്. എല്ലാവരുടെയും തയ്ച്ച ഡ്രസ്സുകൾ എണ്ണി നോക്കുകയാണ്. അപ്പോൾ നിഷ ഏറ്റവും കൂടുതലും ഏറ്റവും കുറവ് പാർവതിയുമാണുള്ളത്. അതോടുകൂടി പാർവതിക്ക് വല്ലാത്ത വിഷമം വരികയാണ്. അപ്പോൾ പ്രിയൻ വീണ്ടും സപ്പോർട്ടായി സംസാരിക്കുകയാണ്, പാർവതി നിനക്ക് വയ്യാതിരുന്നിട്ടും നീ ഇത്രയ്ക്ക് തയ്ച്ചില്ലേ, അപ്പോൾ നിന്നെ കൊണ്ട് കഴിയും, നീ നിന്നെ തോൽപ്പിക്കാൻ വേണ്ടി നോക്കിയവരുടെ മുഖം മാത്രം നീ ചിന്തിച്ചാൽ മതി, അപ്പോൾ ഉറപ്പായും നിനക്ക് ജയിക്കാൻ കഴിയും. കരുണാകരനെയും നിന്നെ ബാത്റൂമിൽ നിന്നും വഴുക്കി വീഴ്ത്താൻ വേണ്ടി നോക്കിയവരെയും ഒക്കെ നിനക്കറിയാലോ, ഉദ്ദേശം ഒരിക്കലും നടക്കരുത്, അതിനെ നീ വിജയിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുമ്പോൾ പാർവതി വീണ്ടും നല്ല സ്പീഡിൽ തയ്ക്കുകയാണ്. അപ്പോഴൊക്കെ പാർവതിക്ക് കൈ നന്നായിട്ട് വേദനിക്കുന്നുണ്ട്, കൈയും കാലുമൊക്കെ നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. എന്നാലും അതെല്ലാം സഹിച്ചു പിടിച്ചുകൊണ്ട് പാർവതി സ്പീഡിൽ തയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെ പാർവതിക്ക് നല്ല ക്ഷീണം വരെയാണ്. അപ്പോൾ പെട്ടെന്നാണ് പാർവതി വീണ്ടും അച്ഛനെയും അമ്മയെയും ചേച്ചിയെയും കുറിച്ച് ആലോചിക്കുകയാണ്. എന്നിട്ട് ചേച്ചി പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ഓർക്കുകയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും പാർവതിക്ക് നല്ല ഉന്മേഷം വരികയാണ്. അപ്പോൾ വീണ്ടും പാർവതി നല്ല സ്പീഡിൽ തയ്ക്കുകയാണ്. അങ്ങനെ വീണ്ടും 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കരുണാകരൻ വരികയാണ്. എന്നിട്ട് വീണ്ടും ഓരോരുത്തരും തയ്ച്ചതിൻ്റെ എണ്ണ കണക്കെടുക്കുകയാണ് കേട്ടോ. അപ്പോഴും നിഷയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഓരോ തവണ വന്ന് പരിശോധിക്കുമ്പോഴും നിഷ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതോടുകൂടി പാർവതി വല്ലാതെ അങ്ങ് സങ്കടപ്പെടുകയാണ്. അപ്പോൾ അവരുടെ ഉദ്ദേശവും അതുതന്നെയാണ്, പാർവതിക്ക് നിരുത്സാഹം കൊടുക്കാൻ വേണ്ടിയാണ് നിഷ കൂടുതൽ തയ്ച്ചതിൻ്റെ കണക്കുകൾ ഉറക്കെ കരുണാകരൻ വിളിച്ചു പറയുന്നത്. അതെല്ലാം തന്നെ മുക്തയുടെ പ്ലാനാണ്. മുക്തയും അരവിന്ദും കരുണാകരനും പാർവതിയെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടാണ് അവരെല്ലാവരും അവിടെ ഇരിക്കുന്നത്. പാർവതി എങ്ങാനും ജയിക്കുമോ എന്നുള്ള പേടിയോട് കൂടി. അപ്പോൾ പാർവതി ജയിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടെ വന്ന് നിരുത്സാഹപ്പെടുത്തി കരുണാകരൻ ഓരോന്നും സംസാരിക്കുകയാണ്. അപ്പോഴത്തേക്കും കൈലാഷ് കൂടി അവിടേക്ക് വരികയാണ്. എന്നിട്ട് കൈലാഷ് പ്രിയനോട് ചോദിക്കുകയാണ്, എന്തായി കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രിയൻ ഇതുവരെയും ഓരോരുത്തരും ചെയ്ത കണക്കുകളുടെ ലിസ്റ്റ് പറഞ്ഞു കൊടുക്കുകയാണ്. നിഷ ചേച്ചിയാണ് കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ കൈലാഷിനും വിഷമാവുകയാണ് കേട്ടോ. അപ്പോൾ കൈലാഷ് മനസ്സിൽ ചിന്തിക്കുകയാണ്, എനിക്ക് ഈ ഒരു മത്സരം വെക്കേണ്ടായിരുന്നു, ഞാൻ പാർവതിക്ക് വേണ്ടിയാണ് ഈ മത്സരം തന്നെ ഒരുക്കിയത്, എന്നിട്ടിപ്പോൾ പാർവതിക്ക് ജയിക്കാനും കഴിയുന്നില്ല, പാർവതിയോട് നേരിട്ട് സംസാരിച്ചാൽ മതിയായിരുന്നു, എന്നിട്ട് പാർവതിയുടെ കയ്യിൽ അങ്ങ് പൈസ കൊടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ കൈലാഷ് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ. എന്നിട്ട് കൈലാഷ് പറയാണ്, ഇല്ല പാർവതി, ഇനിയും ഒരുപാട് സമയമുണ്ട്, നിനക്ക് കഴിയും എന്ന് പറഞ്ഞ് കൈലാഷും പാർവതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പാർവതി സ്പീഡിൽ തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പാർവതി അങ്ങ് തല ചുറ്റി വീഴുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും കൈലാഷൊക്കെ അങ്ങ് പേടിക്കുകയാണ്. കൈലാഷും പ്രിയനും മോഹനും ജയന്തിയും ഒക്കെ വരികയാണ്. എന്തു പറ്റി പാർവതി, നിനക്ക് വയ്യെങ്കിൽ ഇനി നീ ഈ ജോലി ചെയ്യേണ്ട, നീ ഹോസ്റ്റലിൽ പോയി റെസ്റ്റ് എടുത്തോ എന്ന് പറയട്ടോ. അപ്പോൾ കൈലാഷും പറയണേ, മതി പാർവതി, നീ വെറുതെ ഈ മത്സരത്തിൽ പങ്കെടുക്കേണ്ട, നീ ഹോസ്റ്റലിലേക്ക് പോയിക്കോ, നീ റെസ്റ്റ് എടുത്തോ എന്ന് പറയുമ്പോൾ, ഇല്ല കൈലാഷ് സാർ, എനിക്ക് ഈ മത്സരത്തിൽ പങ്കെടുത്തേ മതിയാവൂ, ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുത്ത് തോറ്റാലും എനിക്കൊരു കുഴപ്പവുമില്ല, പക്ഷേ പൊരുതിയിട്ടല്ലേ ഞാൻ തോൽവി സമ്മതിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുക്കും, മറ്റുള്ളവരുടെ ഉദ്ദേശം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, അവരെന്താണോ ഉദ്ദേശിച്ചത് അത് ഒരിക്കലും ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല, അവരുടെ ഉദ്ദേശം ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുത്താൽ ജയിക്കുമെന്നുള്ളത് കൊണ്ടാണ് അവരെന്നെ ചതിയിലൂടെ വീഴ്ത്താൻ വേണ്ടി ശ്രമിച്ചത്, പക്ഷേ ഞാൻ ആ വീഴ്ചയിൽ ഞാൻ തളരില്ല, ഞാൻ ഇതിൽ വിജയിക്കുക തന്നെ ചെയ്യും, എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ ശ്രമിക്കും, എന്നിട്ടും ഞാൻ തോറ്റു പോവുകയാണെങ്കിൽ എനിക്കൊരു കുഴപ്പവുമില്ല. അത് കേട്ടപ്പോൾ പ്രിയനും കൈലാഷിനും നല്ല സന്തോഷമാവും കേട്ടോ. പാർവതിയുടെ ആ ഒരു ഉറച്ച തീരുമാനത്തോടുള്ള മത്സരത്തിൽ പങ്കെടുക്കും എന്നുള്ള വാശിയോട് കൂടിയുള്ള തയ്ക്കുന്നത് കാണുമ്പോൾ കൈലാഷിനും പ്രിയനും മോഹനും ജയന്തിക്കും സൗസോനൊക്കെ നല്ല സന്തോഷമാവാണ്. അങ്ങനെ പാർവതി സ്പീഡിൽ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൈലാഷ് പറയണേ, വയ്യാതായിട്ടും നിൻ്റെ ഈ കോൺഫിഡൻസോട് കൂടിയുള്ള സംസാരം അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയട്ടോ. അങ്ങനെ
കരുണാകരൻ പിന്നെ കണക്കെടുക്കാൻ വരികയാണ്. അപ്പോഴത്തേക്കും ഭക്ഷണം കഴിക്കാനുള്ള സമയമാവുകയാണ്. അപ്പോൾ എല്ലാവരോടും കൈലാഷ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ കരുണാകരൻ വന്ന് കണക്കെടുക്കുകയാണ്. എന്നിട്ട് ഓരോരുത്തരുടെയും കണക്കുകൾ പറയുകയാണ്. ഓരോരുത്തരും ഇത്ര എണ്ണം തയ്ച്ചു എന്ന് പറയുകയാണ്. അപ്പോഴും നിഷയാണ് മുന്നിട്ട് നിൽക്കുന്നത്. നിഷ 45 എണ്ണം തയ്ച്ചു, പാർവതി 22 എണ്ണം തയ്ച്ചിട്ടുള്ളൂ എന്നൊക്കെ കരുണാകരൻ പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ വീണ്ടും പാർവതിക്ക് നല്ല വിഷമാവുകയാണ്. നിഷ ചേച്ചിയെ എനിക്ക് വെട്ടിക്കാൻ കഴിയുമോ, ഞാൻ ഇതിൽ വിജയിക്കുമോ എന്നുള്ള ആ ഒരു സങ്കടം പാർവതിയുടെ മനസ്സിലുണ്ടാവുകയാണ്. അപ്പോൾ പ്രിയനെ നോക്കുന്ന സമയത്ത് പ്രിയ വീണ്ടും കണ്ണുകൊണ്ട് നിനക്ക് ജയിക്കാൻ കഴിയും എന്നിങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുകയാണ്. അങ്ങനെ കൈലാഷ് പറയണേ ഇനി എല്ലാവരും പോയി ഭക്ഷണം കഴിക്കുക എന്ന് പറയട്ടോ. അപ്പോൾ പാർവതി ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുമ്പോൾ കൈലാഷ് നിർബന്ധിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പോൾ ജയന്തിയും സൗസും ഒക്കെ പാർവതിയെയും കൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പോഴും പാർവതി ഭക്ഷണം കഴിക്കാതെ എനിക്ക് വേണ്ട, എനിക്ക് തീരെ കഴിക്കാൻ തോന്നുന്നില്ല, വായൊക്കെ കഴിക്കുന്നു എന്ന് പറയാണ്. അപ്പോൾ പ്രിയൻ നിർബന്ധിച്ച് പാർവതിയോട് കഴിക്കാൻ പറയുമ്പോഴും എനിക്ക് വേണ്ട പ്രിയൻ ചേട്ടാ, എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല എന്ന് പറയണ. അപ്പോൾ പ്രിയൻ പറയണേ നീ ഒന്നും കഴിക്കാതിരുന്നാൽ നിനക്ക് ഈ മത്സരത്തിൽ വിജയിക്കാൻ കഴിയില്ല പാർവതി, നീ എന്തെങ്കിലും ഒന്ന് കഴിക്കുക, അപ്പോഴാണ് നിനക്കൊരു ഉഷാറ് വരൂ, ഒരു ഉന്മേഷം വരൂ, അല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് വീണ്ടും ക്ഷീണവും തളർച്ചയൊക്കെ വരുള്ളൂ എന്ന് പറയുമ്പോഴും പാർവതി എനിക്ക് വേണ്ടാഞ്ഞിട്ടാണ് പ്രിയൻ ചേട്ടാ, എനിക്കെന്തോ കഴിക്കാൻ തോന്നുന്നില്ല എന്ന് പറയാണ്. അപ്പോഴാണ് അവിടേക്ക് കൈലാഷ് വരുന്നത്. അപ്പോൾ കൈലാഷിനെ കാണുമ്പോൾ പ്രിയൻ അങ്ങ് എണീക്കുമ്പോൾ വേണ്ട പ്രിയ നീ അവിടെ ഇരിക്കും, അത് പിന്നെ ഞാൻ പാർവതിയോട് ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കുമായിരുന്നു, പക്ഷേ പാർവതിക്ക് വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കൈലാഷ് പറഞ്ഞു അത് പറ്റില്ല പാർവതി, നീ എന്തെങ്കിലും കഴിച്ചേ പറ്റൂ. ഇല്ല ഇല്ല കൈലാഷ് സാർ എനിക്ക് വേണ്ടാഞ്ഞിട്ടാണ്. അപ്പോൾ പ്രിയൻ പറയണേ പാറുവിന് വായൊക്കെ കഴിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കൈലാഷ് പറയണ ഞാൻ എന്തായാലും ഒരു ഡ്രിങ്ക് കൊണ്ടുവന്നിട്ടുണ്ട്, എനർജി ഡ്രിങ്ക് ആണ്, ഇത് കുടിച്ചാൽ കുറച്ച് ഉന്മേഷമൊക്കെ കിട്ടും, ഒന്നും കഴിക്കാതിരുന്ന് ക്ഷീണം വരാതിരിക്കാനും ഏറ്റവും നല്ലതാണ്, ഇത് കുടിക്കണമെന്ന് പറയുമ്പോൾ പാർവതി പറയണേ എനിക്ക് വേണ്ട സാർ, എനിക്ക് വേണ്ടാഞ്ഞിട്ടാണ്, അത് പറ്റില്ല, ഇത് കുടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് കൈലാഷ് നിർബന്ധിക്കുകയാണ് കേട്ടോ. അപ്പോൾ പാർവതിക്ക് പിന്നെ നിവൃത്തിയില്ലാതെ പാർവതി കൈലാഷ് കൊടുത്ത ആ എനർജി ഡ്രിങ്ക് കുടിക്കുകയാണ്. അങ്ങനെ കൈലാഷ് പ്രിയനോട് പറയണേ ഇത് മുഴുവനും പാർവതിയെ കൊണ്ട് കുടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കൈലാഷ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ പ്രിയനാണെങ്കിലോ പാർവതി അത് കുടിക്കുന്നത് കാണുമ്പോൾ കുറച്ച് ദേഷ്യത്തിലിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് പാർവതി പ്രിയനെ നോക്കുമ്പോൾ പിണങ്ങിയിരിക്കുന്നത് പോലെ കാണുമ്പോൾ എന്തു പറ്റി പ്രിയൻ ചേട്ടാ, എന്താ ദേഷ്യത്തിലിരിക്കുന്നത്, അത് പിന്നെ എനിക്ക് ദേഷ്യമില്ലാതിരിക്കുമോ, ഞാൻ നിന്നോട് എത്ര പറഞ്ഞു എന്നോട് ഭക്ഷണം കഴിക്കാൻ, അപ്പോൾ നീ വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നല്ലോ, ഇപ്പോൾ കൈലാഷാർ നിനക്ക് ഡ്രിങ്ക് കൊണ്ടു തന്നപ്പോൾ നിനക്കത് കുടിക്കാൻ കഴിഞ്ഞല്ലോ, അപ്പോൾ എങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ നിനക്ക് ഒരു വിലയും ഉണ്ടായില്ലല്ലോ. അയ്യോ പ്രിയൻ ചേട്ടൻ എന്താ ഈ പറയുന്നത്, അതുകൊണ്ടല്ല, ഞാൻ സാറ് നിർബന്ധിച്ചപ്പോൾ ഞാൻ പിന്നെ പ്രിയൻ ചേട്ടന് വിഷമാവും എന്ന് കരുതിയാണ് ഞാൻ ഈ ഡ്രിങ്ക് കുടിച്ചത്. അപ്പോൾ ഞാൻ നിന്നോട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ നീ അത് കഴിച്ചില്ലല്ലോ, ഞാൻ എത്ര നിന്നെ നിർബന്ധിച്ചു, പ്രിയൻ ചേട്ടൻ ഇപ്പോൾ എന്താ വേണ്ടത്, ഞാൻ ഭക്ഷണം കഴിക്കണം, അത്രയല്ലേ വേണ്ടൂ, ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞ് പാർവതി അതിൽ നിന്നും 2 ഉരുളെടുത്ത് അങ്ങ് കഴിക്കുക കേട്ടോ. അതോടുകൂടി പ്രിയൻ അങ്ങ് പുഞ്ചിരിക്കുകയാണ്. ഇപ്പം പെട്ടെന്ന് ദേഷ്യം മാറിയോ, ഞാൻ നിന്നോട് ഇങ്ങനെ പെരുമാറിയാലല്ലേ നീ എന്തെങ്കിലും കഴിക്കൂ, അല്ലാതെ വെറുതെ എനർജി ഡ്രിങ്ക് മാത്രം കഴിച്ചുകൊണ്ട് നിനക്ക് ഉഷാറും ഉന്മേഷവും ഒന്നും വരില്ല, നിനക്ക് ഈ മത്സരത്തിൽ പങ്കെടുത്ത് ജയിക്കേണ്ടേ, അപ്പോൾ അതിന് എന്തെങ്കിലും നീ കഴിക്കണം, അതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്, ഞാൻ ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നീ കഴിക്കില്ലല്ലോ, അതുകൊണ്ടാണ്. അത് കേട്ടപ്പോൾ അത് ശരി അതിനാണല്ലേ, എങ്കിൽ ഇനി എനിക്ക് വേണ്ട, അയ്യോ പാർവതി ഇനി എന്താ ഈ ഇനി ഞാൻ കഴിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രിയൻ ചേട്ടൻ വാരി തരണം, എങ്കിൽ മാത്രമാണ് ഞാൻ കഴിക്കൂ. അത് കേട്ടപ്പോൾ പ്രിയൻ അങ്ങ് പുഞ്ചിരിച്ചുകൊണ്ട് പാർവതിക്ക് വാരി കൊടുക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ചെല്ലുന്നത്. അപ്പോൾ പ്രിയൻ ഉപദേശിക്കുകയാണ് പാർവതിയെ, നിനക്ക് കഴിയും, നിനക്ക് കഴിയാതിരിക്കില്ല, നീ നിൻ്റെ വീട്ടിലുള്ളവരെയും എല്ലാം നീ വിട്ടേക്ക്, നീ നിൻ്റെ കാര്യം മാത്രം ഓർക്ക്, നിന്നെ എത്ര മാത്രം അധികം ആ കരുണാകരനും മുക്തയുമൊക്കെ ദ്രോഹിച്ചിട്ടുണ്ട്, അതുമാത്രം നീ ആലോചിച്ചാൽ മതി. അപ്പോൾ നിനക്ക് ഈ മത്സരത്തിൽ വിജയിച്ചാൽ അവരുടെ മുന്നിൽ നീ ജയിച്ചു നിന്നാൽ അവർ വിചാരിച്ചതൊക്കെ അവർ തോറ്റുപോയില്ലേ, അവരിത്രയും കഷ്ടപ്പെട്ടതെല്ലാം വെറുതെയാവില്ലേ, അതുമാത്രം നീ ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞ് പ്രിയൻ പാർവതിയെ ഉപദേശിച്ചു കൊടുക്കണം. അത് കേട്ടപ്പോൾ
പാർവതിക്ക് നല്ലൊരു ഉഷാറ് വരികയാണ് കേട്ടോ. എന്നിട്ട് പാർവതി അവിടെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും കൈലാഷ് അവിടേക്ക് വരികയാണ്. അപ്പോൾ കൈലാഷിനെ കണ്ടപ്പോൾ മുക്തയും അരവിന്ദും എന്തിനാണാവോ കൈലാഷ് ഇപ്പോൾ ഇവിടേക്ക് വരുന്നത്, അവനെ അവിടെ നിന്നും പറഞ്ഞു വിടണം കരുണാകരൻ സാർ, നിങ്ങൾ പോയി പറ. അങ്ങനെ അരവിന്ദ് അവിടേക്ക് പോവുകയാണ് കേട്ടോ. ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ്. എന്നിട്ട് നീ എന്തിനാ കൈലാഷ് ഇവിടെ ഇരിക്കുന്നത്, ഇവിടെ നല്ല ചൂടല്ലേ, നിനക്ക് എ സി റൂമിൽ പോയി ഇരുന്നാൽ പോരെ, ഇവരുടെ മത്സരം കഴിഞ്ഞാൽ ഞാൻ നിന്നെ അറിയിക്കാം, അതുവരെ നീ അവിടെ പോയിരുന്നോ. അതെന്തു പറ്റി അരവിന്ദ്, ഞാൻ എന്താ ഇവിടെ ഇരുന്ന കുഴപ്പം, എനിക്ക് എ സി ഇല്ല എന്ന് കരുതി ഒരു കുഴപ്പവുമില്ല, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാനിവിടെ ഇരിക്കുന്നത് കൊണ്ട്. അപ്പോൾ പെട്ടെന്ന് അരവിന്ദ്, എനിക്കൊരു പ്രശ്നവുമില്ല, കൈലാഷ് ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് എനിക്കെന്ത് പ്രശ്നമാണോ, എങ്കിൽ നീ നിൻ്റെ ജോലി പോയി നോക്ക്, ഞാൻ ഇവിടെ ഇരുന്നോളാം. മോഹന, നീ എനിക്കൊരു ചെയർ എടുത്തുകൊണ്ട് വാ എന്ന് പറയട്ടെ. അങ്ങനെ മോഹനം പോയിട്ട് ചെയർ എടുത്തുകൊണ്ട് വരികയാണ്. എന്നിട്ട് കൈലാഷ് പാർവതിയുടെ ആ ഭാഗത്തായിട്ട് ഇരിക്കുകയാണ് കേട്ടോ, പാർവതി തയ്ക്കുന്നത് കാണാൻ വേണ്ടി. അപ്പോൾ തൊട്ടടുത്ത് പ്രിയനുമുണ്ട്. എന്നിട്ട് എല്ലാവരും തയ്ക്കുന്നത് പാർവതി നോക്കിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും തയ്ക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ കൈലാഷ് പ്രിയനോട് ചോദിക്കുകയാണ്, അല്ല പാർവതി എന്താ സ്റ്റാർട്ട് ചെയ്യാത്തത്, അവളെന്താ എല്ലാവരെയും നോക്കി നിൽക്കുന്നത്. അപ്പോൾ പ്രിയൻ പറയാണ്, അവൾ നോക്കുന്നതും ശ്രദ്ധിക്കുന്നതും ഓരോരുത്തരും തയ്ക്കുന്നതിൻ്റെ സ്പീഡ് അവൾ ശ്രദ്ധയോട് കൂടി നോക്കുകയാണ്. എന്നിട്ട് അവളുടെ സ്പീഡ് കൂട്ടാൻ വേണ്ടി എത്രത്തോളം ആണ് അവർ സ്പീഡിൽ തയ്ക്കുന്നത് എന്നുള്ളതൊക്കെ നോക്കി മനസ്സിലാക്കുകയാണെന്ന് പ്രിയം കൈലാഷിനോട് പറയുമ്പോൾ, അത് നല്ല ഐഡിയ ആണല്ലോ, പാർവതിക്ക് അത് ഗുണം ചെയ്യും. അതൊക്കെ കാണുന്ന അരവിന്ദും മുക്തയും കരുണാകരനും, ഇവളെന്താ എല്ലാവരെയും നോക്കിയിരിക്കുന്നത്, ഇവളെന്താ തയ്ക്കാതെ എല്ലാവരെയും നോക്കി ശ്രദ്ധിച്ചിരിക്കുന്നത് എന്താണ്, എന്താ അവൾക്ക് ഇവിടെ നിന്നും എണീറ്റ് ഓടിപ്പോവാൻ തോന്നുന്നുണ്ടാവും, നിഷയെ ഒരിക്കലും അവൾക്ക് ഇനി വെട്ടിക്കാൻ കഴിയില്ലല്ലോ, ഒരുപാട് കണക്കിൻ്റെ വ്യത്യാസമുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും അവൾ ഇവിടെ നിന്നും എണീറ്റ് ഓടട്ടെ എന്ന് കരുതിയിട്ടാവും ഇരിക്കുന്നുണ്ടാവുക എന്ന് കരുണാകരൻ പറയുമ്പോൾ മുക്ത പറയണേ, അതൊന്നുമല്ല, അവൾ എന്തോ ഒന്ന് കണക്ക് കൂട്ടുന്നുണ്ട്, അതിനാണ് അവൾ ഇങ്ങനെ ശ്രദ്ധയോട് കൂടി മറ്റുള്ളവർ തയ്ക്കുന്നത് നോക്കി നിൽക്കുന്നത്, അവൾ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ മുക്ത പറയട്ടോ. അങ്ങനെ പാർവതി കയ്യിലെ കെട്ടഴിക്കുകയാണ്. എന്നിട്ട് കാലിൽ കെട്ടിവെച്ച ആ ബാൻഡേജും അയക്കുകയാണ് കേട്ടോ. അത് കാണുന്ന പ്രിയനും കൈലാഷും പാർവതി മത്സരത്തിന് ഉഷാറായി തുടങ്ങി എന്ന് അവർക്ക് മനസ്സിലാവാണ്. അപ്പോൾ കരുണാകരനും അരവിന്ദും മുക്തയും അങ്ങ് ഞെട്ടിപ്പോവാണ്. ഇവളിപ്പോൾ എന്തിനുള്ള പുറപ്പാടാണാവോ, ഇവൾ കയ്യിലെയും കാലിലെയും ബാൻഡേജൊക്കെ അഴിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താണാവോ ഇവളുടെ ഉദ്ദേശം എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ആകാംക്ഷയോട് കൂടി അവിടെ ഇരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.